ഞാൻ ഒരു വീഡിയോ എഡിറ്ററാണ്. ചെയ്ത വർക്കിന് അവാർഡും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ദൂരദർശൻ ഉൾപ്പെടെ ധാരാളം ചാനലുകൾ പാടിയിട്ടുമുണ്ട്. എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോന്നാകാം. ഇതാരാ? ഇപ്പോഴാണോ എല്ലാവർക്കും എന്നെ വേണ്ടുന്നത്? ഇതാരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പോഴാരും എന്നെ തേടി വന്നില്ല. ഇപ്പം എനിക്ക് ആരെയും വേണ്ട. എൻ്റെ ആവശ്യത്തിന് ആരും വന്നില്ല. അതുകൊണ്ട് ഇപ്പം എനിക്ക് ആരെയും വേണ്ട. പൊന്നിന് ആരെയും വേണ്ട. ആരും വേണ്ട പൊന്നിന്. പൊന്നിൻ്റെ ആവശ്യത്തിന് ആ പൊന്ന് വിളിച്ചപ്പോൾ ആരും വന്നില്ലല്ലോ. പൊന്നിന് ഇപ്പം ആരെയും വേണ്ടാതായി. നാഗയെ തോൽപ്പിക്കാൻ നോക്കിയവരാണ് യഥാർത്ഥത്തിൽ തോറ്റുപോയതെന്ന്. കരയാതെ പൊന്നേന്ന്. കരഞ്ഞതല്ല, കരയുന്നത് ഞാനല്ല. കരയാൻ കിടക്കുന്നതേ ഉള്ളൂ നിങ്ങൾ. ഞാനല്ല കരച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിതിൽ ഓർമ്മിപ്പിക്കുക ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഞാനല്ല കരയുന്നത്. ആരാ പറയുന്നത് കരയാതെ നാഗെന്ന്? അപ്പു. ഞാനല്ല കരയുന്നത്, ഞാനെല്ലാം ഓർമ്മിപ്പിക്കുക. കരയാൻ കിടക്കുന്നതും കരഞ്ഞുകൊണ്ടിരിക്കുന്നതും നിങ്ങളാ. നോക്കിക്കോ, നോക്കിക്കോ. ഞാൻ പറയുന്നതെല്ലാം സത്യങ്ങളായിട്ട് വരും. നോക്കിക്കോ. ദീപ എന്നാണ് എൻ്റെ പേരെന്ന് പറയുന്നത്. ദീപ, നിങ്ങളെ എനിക്ക് അറിയില്ല. ദീപ ഒരു കാര്യം ചെയ്തോളൂ. പറ്റുമെങ്കിൽ നേരിട്ട് വന്ന് എന്നെ ഒന്ന് കണ്ടോളൂ. ഞാൻ തമ്പുരുവിനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടി ഞാനും വീഡിയോ കോളിൽ നല്ല പരിചയമുണ്ട്. മാത്രമല്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ ആ പെൺകുട്ടി വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. നേരിട്ട് ഇവിടെ വന്നില്ലെങ്കിലും നേർക്കാഴ്ചയിൽ വീഡിയോ കോളിൽ ഞങ്ങൾ പരിചയമുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് തമ്പുരുവിനെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഏൽപ്പിച്ചത്. ദീപ ഞാൻ കണ്ടിട്ടില്ല മോളെ. വീഡിയോ കോളിലും കണ്ടിട്ടില്ല. നേരെയിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ടുമില്ല കേട്ടോ. ദീപ ആണാമോ പെണ്ണാമോ എനിക്കറിയില്ല.